അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിലെ നിർണായക ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ പുറത്തുവിട്ടു. പുന്നക്കപ്പാറയിലെ ഉബൈദിന്റെ മകൻ അമാൻ മരിച്ചത് പടക്കത്തിന് മരുന്നു ശേഖരിച്ച് കളിക്കുന്നതിനിടെയെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഗ്രൗണ്ടിലുണ്ടായിരുന്നത് കുട്ടികൾ മാത്രമായിരുന്നു. സ്ഫോടനം നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. അഴീക്കോട് പുന്നക്കപ്പാറയിൽ തിങ്കളാഴ്ചയുണ്ടായ സ്ഫോടനത്തിന്റെ നിർണായക ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ പുറത്തുവിട്ടത്. തിങ്കളാഴ്ച രാവിലെ 11:50 ഈ സ്ഫോടനം നടന്നത്. പുന്നക്കപ്പാറയിലെ ഉബൈദിന്റെ മകൻ അമാൻ ആണ് സ്ഫോടനത്തിൽ മരിച്ചത്. 4-5 കുട്ടികൾ മാത്രമാണ് ആ ഗ്രൗണ്ടിൽ സ്ഫോടന സമയത്ത് ഉണ്ടായിരുന്നത്. അവർ ഗ്രൗണ്ടിൽ കൂടിയിരുന്ന് പടക്കത്തിന്റെ മരുന്ന് ശേഖരിക്കുന്നതും പിന്നീട് തീ കൊളുത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. അമാന്റെ മരണത്തിനിടയാക്കിയ ഈ സ്ഫോടനത്തിന്റെ നിർണായകമായ തെളിവാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. സ്ഫോടനം നടന്ന വിവരം ലഭിച്ചപ്പോൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കൃത്യമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. UDF സർക്കാർ അധികാരത്തിലേൽക്കുന്നതിന്റെ ഭാഗമായി നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെ സ്ഫോടനം ഉണ്ടായി എന്ന പ്രചരണമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് ശരിയല്ല എന്ന് തെളിയിക്കുന്നതുകൂടിയായി ഈ ദൃശ്യങ്ങൾ. ഈ ഗ്രൗണ്ടിന് തൊട്ടടുത്ത് കോൺഗ്രസ് ഓഫീസിൽ പടക്കം പൊട്ടിച്ച് സർക്കാരിന്റെ സ്ഥാനാരോഹണം ആഘോഷിച്ചിരുന്നു. കോൺഗ്രസ് ഓഫീസിന്റെ പരിസരത്ത് പടക്കം പൊട്ടിച്ചതിന്റെ അവശിഷ്ടങ്ങളും കാണാം. ഈ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും 11:30 തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും കുട്ടികൾ പൊട്ടാത്ത പടക്കം ശേഖരിച്ചു എന്നാണ് അനുമാനം. അത് ഒരു കുഴലിൽ നിറച്ച് കത്തിക്കുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അമാന്റെ മുഖത്തിനും കഴുത്തിനുമാണ് പൊള്ളലേറ്റത്. കഴുത്തിന് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിരുന്നു. ഇതാണ് മരണകാരണമായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.